കൊച്ചിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാർത്തയുണ്ട്. UDF തമ്മിൽ തർക്കം, മുന്നണിയിലെ പാർട്ടികൾ പരസ്പര മത്സരിക്കാനായി ഓപ്പോസിറ്റായി മത്സരിക്കാൻ പല സ്ഥാനത്തും RSP അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചു. പക്ഷേ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. BDJS എറണാകുളം സിറ്റി ജില്ലയിലെ മാത്രം 30ഓളം സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസിൻ്റെ തൃക്കാക്കരയിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് നേതാവടക്കം BDJSൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ജിജീഷ് കരുണാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 30 സീറ്റുകളിലേക്ക് 30 വാർഡുകളിലേക്ക് NDA സ്ഥാനാർത്ഥികളെ BDJSും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്കറിയാവുന്ന പോലെ NDAയിലെ BJP കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ പാർട്ടിയാണ് BDJS. BDJS കേരളത്തിലെ പാർട്ടിയാണ്. അപ്പോൾ എന്തായാലും ജിജീഷ് കരുണാകരനിലേക്ക് പോവുകയാണ്. ജിജീഷ്, NDAയിൽ BDJS 30 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിവരം നൽകാൻ ജിജീഷ് കരുണാകരൻ നമ്മോടൊപ്പം എന്തായാലും അല്പസമയത്തിനുള്ളിൽ ചേരും. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കോൺഗ്രസ് നേതാക്കളടക്കം BDJS പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തൃക്കാക്കരയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടത്, BDJSൻ്റെ സ്ഥാനാർത്ഥിയായി NDA ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാവുന്ന പോലെ തൃക്കാക്കര നഗരസഭ അവിടെ ഇടത് വലത് മുന്നണികളിലൊക്കെ വലിയ കൊഴിഞ്ഞുപോക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ഇടത് വലത് മുന്നണികളിലൊക്കെ വലിയ കൊഴിഞ്ഞുപോക്കുണ്ട്, പല പാർട്ടികളും തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. BDJSൻ്റെ 30 സ്ഥാനാർത്ഥികളെ എറണാകുളം സിറ്റി മണ്ഡലത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തൃക്കാക്കരയിലെ ഒരു മുതിർന്ന പ്രമുഖനായ കോൺഗ്രസ് നേതാവ് കൂടി ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു, അല്ലേ? നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇടതു വലതു മുന്നണികളിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ കലഹം നടക്കുന്നു, കലാപക്കൊടികൾ ഉയരുന്നു. അതേ ഘട്ടത്തിൽ യാതൊരു തർക്കങ്ങളുമില്ലാതെ കൃത്യമായി ഘടകകക്ഷികൾക്ക് ഒരു പരാതിക്കും ഇട നൽകാത്ത വിധത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് എങ്ങും തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ BJP പൂർത്തിയാക്കി, NDA പൂർത്തിയാക്കി വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് എറണാകുളം ജില്ലയിൽ ജില്ലാ ിലും BDJS 30 ഇടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അത് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് 30 സ്ഥലങ്ങളിലേക്കുള്ള BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ചർച്ചകൾ, വിജയ സാധ്യതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് BDJSും പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും എല്ലാം തന്നെയുള്ള ഒരു ഒഴുക്ക് BJPയിലേക്ക് കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഉണ്ട്. കോൺഗ്രസ് തൃക്കാക്കര ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന VN പുരുഷോത്തമൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ 6ാം വാർഡ് നവോദയയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ദേശീയ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി താൻ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. മാത്രമല്ല BJPക്കെതിരായി ഉയർത്തുന്ന ആരോപണങ്ങൾ അതെല്ലാം തന്നെ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന യാഥാർത്ഥ്യം താൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. AB ജയപ്രകാശും ഈ കാര്യങ്ങൾ വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി, BDJSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, യാതൊരു തരത്തിലുള്ള തർക്കങ്ങൾക്കും ഇടം നൽകാതെ കൃത്യമായി ഘടകകക്ഷികളെ കാര്യമായി തന്നെ പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് BJP. ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടും മറ്റ് കക്ഷികൾ അവർ ആവശ്യപ്പെടുന്ന, അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് നൽകിക്കൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്, സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹവും സൂചിപ്പിച്ചിട്ടുണ്ട്. ദമ്പതികളും മത്സര രംഗത്തുണ്ട്. BDJSൻ്റെ സ്ഥാനാർത്ഥികളായി തന്നെ മത്സര രംഗത്ത് ഉണ്ട്. കൃത്യമായി തന്നെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് പാർട്ടി ലക്ഷ്യമിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി BDJSൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്തു. കൊച്ചി കോർപ്പറേഷനിലെ 40 ചളിക്കവട്ടത്ത് ദീപ വിജയൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാറക്കൽ ഡിവിഷനിൽ മേരി ഷെർലി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ BDJSൻ്റെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. അങ്ങനെ BDJSും ശിവസേനയും എല്ലാം തന്നെ കേരള കോൺഗ്രസും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു ഘടകകക്ഷി നിര BJPയുടെ വിജയത്തിനായി സജീവമായി തന്നെ രംഗത്തുണ്ട്. ശരി ജിജീഷ്, എന്തായാലും മുന്നണികളുടെ തർക്കം വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായിട്ടാണ് ഇത്രയും നേരം മുന്നോട്ട് പോയത്.